ഇന്നിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ നേരെ എന്ത് ചെയ്യാം ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്കങ്ങനെ അറിയാം, നമ്മൾ കുറച്ച് ഇന്ത്യയിലെ പ്രമുഖ വ്യക്തികളും അവരുടെ അപരനാമങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മഹാത്മാ എന്നറിയപ്പെടുന്ന ആരാണെന്ന് മഹാത്മാ എന്നറിയപ്പെടുന്ന ആരാണ്? ഗാന്ധിജിയാണ്. ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജി ഈസ് നോൺ ആസ് മഹാത്മാ. ഗാന്ധിജിയാണ് മഹാത്മാ എന്നറിയപ്പെടുന്നത്. അപ്പം ജവഹർലാൽ നെഹ്റു ഏതു പേരിൽ അറിയപ്പെടുന്നു? ജവഹർലാൽ നെഹ്റു ചാച്ചാജി എന്നറിയപ്പെടുന്നു. ജവഹർലാൽ നെഹ്റു ഈസ് നോൺ ആസ് ചാച്ചാജി. ചാച്ചാജി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ നേതാജി എന്നറിയപ്പെടുന്ന ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ഈസ് നോൺ ആസ് നേതാജി. നേതാജി എന്നറിയപ്പെടുന്ന ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതുപോലെ പറയുകയാണ് മഹാമാന എന്നറിയപ്പെടുന്ന ആരാണ്? മദൻ മോഹൻ മാളവ്യയാണ്. അതുപോലെ തന്നെ മദൻ മോഹൻ മാളവ്യ ഈസ് നോൺ ആസ് മഹാമാന. അതുപോലെ പറയുകയാണെങ്കിൽ മദൻ മോഹൻ മാളവ്യ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, യാചകരുടെ രാജകുമാരൻ. മദൻ മോഹൻ മാളവ്യ ഈസ് നോൺ ആസ് പ്രിൻസ് ഓഫ് ബെഗേഴ്സ്, യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോർ ഏതു പേരിൽ അറിയപ്പെടുന്നു? രവീന്ദ്രനാഥ ടാഗോർ അറിയപ്പെടുന്നത് ഗുരുദേവ് എന്നാണ് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോർ ഈസ് നോൺ ആസ് ഗുരുദേവ്. അതുപോലെ തന്നെ തൊഴിലാളികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ ഈസ് നോൺ ആസ് പ്രിൻസ് ഓഫ് വർക്കേഴ്സ്. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ 2 പേരുകൾ അറിയപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്ര രത്നം, ജുവൽ ഓഫ് മഹാരാഷ്ട്ര. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഇന്ത്യയുടെ വജ്രം, ഡയമണ്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ അറിയപ്പെടുന്ന മറ്റു പേരാണ് മഹാരാഷ്ട്ര സോക്രട്ടീസ്. ഗോപാലകൃഷ്ണ ഗോഖലെ ഈസ് നോൺ ആസ് മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇന്ദിരാഗാന്ധിയാണ്. അയൺ ലേഡി ഓഫ് ഇന്ത്യ. ആൻസർ ഇന്ദിരാഗാന്ധി. അതുപോലെ ഇന്ദിരാഗാന്ധി മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഇന്ദിരാഗാന്ധി പ്രിയദർശിനി എന്നറിയപ്പെടുന്നുണ്ട്. ഇന്ദിരാഗാന്ധി ഈസ് ഓൾസോ നോൺ ആസ് പ്രിയദർശിനി എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അറിയപ്പെടുന്നത് ബീഹാർ ഗാന്ധി എന്നാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഈസ് നോൺ ആസ് ബീഹാർ ഗാന്ധി. അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളുടെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന ആരാണ്? ആനി ബസന്റ് ആണ്. ആനി ബസന്റ് ഈസ് നോൺ ആസ് ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി ഈസ് നോൺ ആസ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. ദാദാഭായ് നവറോജിയാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഭഗത് സിംഗിനെയാണ്. ഭഗത് സിംഗ് ഈസ് നോൺ ആസ് പ്രിൻസ് ഓഫ് മാർട്ടയേഴ്സ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. പഞ്ചാബ് മാത എന്നറിയപ്പെടുന്ന ആരാണ്? വിദ്യാവതി ഈസ് നോൺ ആസ് പഞ്ചാബ് മാത. വിദ്യാവതി ആരാണെന്നറിയാമോ? ഭഗത് സിംഗിന്റെ അമ്മയാണ്. മദർ ഓഫ് ഭഗത് സിംഗ്. ആൻസർ വിദ്യാവതി ഈസ് നോൺ ആസ് പഞ്ചാബ് മാത എന്നറിയപ്പെടുന്ന ആരാണ്? ഭഗത് സിംഗ് ആണ്. അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോറാണ് ഗുരുദേവ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ അതുപോലെ ഓർത്തിട്ടുള്ളൂ, അത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇത് ഷോർട്ടായിട്ടൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ അധികം ആ പരീക്ഷകൾക്ക് ഇത് യൂസ്ഫുള്ളാണ്. ഇന്ത്യയിലെ പ്രമുഖ വ്യക്തികളും അവരുടെ അറിയപ്പെടുന്ന പേരുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. വീഡിയോ കാണുന്നതിന് തുടർച്ചയായിട്ട് കാണുക. ഞാനിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഏവർക്കും വീഡിയോ കാണാവുന്നതാണ്, അതൊന്നും യാതൊരു തടസ്സവുമില്ല. ഏവർക്കും വീഡിയോ കാണാവുന്നതാണ്, ആർക്കും കേട്ട് പഠിക്കാവുന്നതാണ്. അതൊന്നും യാതൊരു കുഴപ്പവുമില്ല കേട്ടോ. പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ്റെ മനസ്സിലേക്ക് വന്നു കേട്ടോ. ഇന്ത്യൻ സോക്രട്ടറീസ് ആരാണെന്നറിയാമോ? MG റാനഡെയാണ്. MG റാനഡെ ഈസ് നോൺ ആസ് ഇന്ത്യൻ സോക്രട്ടറീസ്. MG റാനഡെ പറഞ്ഞാൽ ആരാണ്? ആ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരുവാണ് കേട്ടോ. പൊളിറ്റിക്കൽ ടീച്ചർ ഓഫ് ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ എന്താണ്?
MG റാനഡെ. ഗുരു ഓഫ് ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ എന്താണ്? MG റാനഡെ. അതുപോലെ പാവനാറിലെ സന്യാസി എന്നറിയപ്പെടുന്ന ആരെയാണ്? ആചാര്യ വിനോബ ഭാവെയാണ്. സെയിന്റ് ഓഫ് പാവനാർ ആചാര്യ വിനോബ ഭാവെ. ആചാര്യ വിനോബം. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീരാമകൃഷ്ണ ഹംസരാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. സെയിന്റ് ഓഫ് ദക്ഷിണേശ്വർ. ആൻസർ ശ്രീരാമകൃഷ്ണ പരമഹംസർ. അപ്പോൾ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വീണ്ടും പറയുകയാണ്. എന്താണ്? ഏവർക്കും യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഏവർക്കും കാണാവുന്നതാണ്, കേട്ട് പഠിക്കാവുന്നതാണ്. ഇത് ഓർമ്മയിൽ സൂക്ഷിച്ചാൽ ഈ പരീക്ഷകൾക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്നതാണ്.